ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ വർഷങ്ങളായി ചെയ്തു വരുന്ന ഒരു കൃഷിയാണ് മഞ്ഞൾ കൃഷി. അപ്പോൾ മഞ്ഞൾ എങ്ങനെ നമുക്ക് നല്ല വിള കിട്ടുന്ന രീതിയിൽ കൃഷി ചെയ്തെടുക്കുക എന്നുള്ളതാണ് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പം മഞ്ഞൾ നമ്മൾ വിത്തിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞളാണ്. അത് ഇപ്പം നല്ല രീതിയിൽ മുളച്ച് കിട്ടിയിട്ടുണ്ട്. മഞ്ഞൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് നമ്മുടെ ചാണകപ്പൊടിയിലാണ് നമ്മൾ ഈ മഞ്ഞൾ. അപ്പോൾ നമ്മൾ ഡിസംബർ ജനുവരി മാസത്തിൽ നമ്മൾ മഞ്ഞൾ കൊത്താറുണ്ട്. വിളവെടുക്കുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വിത്തുകളാണ്. അത് നമുക്ക് കടയിൽ നിന്നൊക്കെ മഞ്ഞൾ വാങ്ങിക്കാൻ കിട്ടും. അത്തരത്തിലുള്ള മഞ്ഞളും നമുക്ക് മാറ്റി വെച്ചാൽ ഇതേപോലെ മുളച്ച് കിട്ടുന്നതാണ്. 50-60 രൂപയ്ക്കൊക്കെ നമുക്ക് കിലോയ്ക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ മഞ്ഞൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങി നട്ടു കൊടുത്താൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള മഞ്ഞൾ ഇതേപോലെ നമ്മൾ ഓരോ സിംഗിളാക്കി പൊട്ടിച്ച് മാറ്റി വെച്ച് ഇതേപോലെ മുളയ്ക്കുന്ന സമയത്ത് നമുക്ക് നട്ടു കൊടുക്കാം. ഇപ്പം മഞ്ഞൾ നട്ടേണ്ട സീസണാണ്. ഈ സമയത്ത് നമുക്ക് മഞ്ഞൾ നട്ടു കൊടുക്കാവുന്നതാണ്. സാധാരണഗതിയിൽ മഴ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ നടാറുണ്ട്. ഇപ്രാവശ്യം നല്ല മഴ കാരണം നമുക്ക് നടാൻ സാധിച്ചില്ലായിരുന്നു. ഇപ്പോൾ വിത്തുകളൊക്കെ മുളച്ചിട്ടുണ്ട്. ഇതൊന്ന് നട്ടു കൊടുക്കാം. ഇരിക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ മഞ്ഞളിൻ്റെ വിത്ത് തായ് ഭാഗം. അതേപോലെ ഇതിൻ്റെ ചുവട്ടിൽ കുറേ വിത്തുകളുണ്ടാവും. അതും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് നടാം. അതേപോലെ ഇതും നടാം. ഇതാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും പെട്ടെന്ന് വളർന്നു വരുന്ന ഭാഗം ഈ ഒരു ഭാഗം തന്നെയാണ്. അതേപോലെ വിത്തുകൾ നമ്മൾ ഓരോ പീസുകളാക്കി സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഭാഗത്തുനിന്നും ഓരോ തൈകളായി കിട്ടും. അത് ഈ ഒരു രീതിയിൽ നമുക്ക് പൊട്ടിച്ച് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഓരോ ഭാഗവും ഓരോ വിത്തുകളായിരിക്കും. ഇത് വലിയൊരു പീസായതുകൊണ്ട് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്ത്, ഇത് നമ്മൾ ചാണകപ്പൊടിയാണ് മഞ്ഞൾ നടാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതാണ്. അപ്പം നമ്മൾ ഇതിന് മഞ്ഞൾ നടാൻ വേണ്ടിയിട്ടുള്ള കള്ളി നമ്മൾ കൊത്തി മണ്ണ് മാടി വെച്ചതിന് ശേഷം ചാണകപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ നട്ട് കൊടുക്കാറ്. അതാകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് മഞ്ഞൾ നടാനുള്ള തടം റെഡിയാക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഒരു 3-4 മീറ്റർ നീളത്തിലാണ് നമ്മൾ തടം റെഡിയാക്കി എടുക്കുന്നത്. മണ്ണ് ഇതേപോലെ ഇളക്കി മാറ്റി പിന്നീട് അതിന് ഒരു കൂന പോലെ ആക്കി അതിലാണ് മഞ്ഞൾ വെച്ച് കൊടുക്കുന്നത്. നല്ല പൊടി മണ്ണായിരിക്കണം, ലൂസ് മണ്ണ്. ഇതേപോലെ കൊത്തി ഇളക്കി അതിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ പകുതി ഭാഗത്തോളമായിട്ടുണ്ട്. കുറച്ച് ഭാഗം കൂടി കൊത്തിയെടുക്കാനുണ്ട്. അതേപോലെ കുറച്ച് ചേനയുടെ തൈകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ പറിച്ചിട്ട് മാറ്റി നടാനുണ്ട്. അതേപോലെ ചേമ്പാണ്, ചെറുചേമ്പ്. ഇതും മാറ്റി നടാനുള്ളതാണ്. വിത്തുകൾ മുളച്ച് വരികയാണ്. നമ്മൾ വിളവെടുത്താലും അതിൻ്റെ വിത്തുകൾ ഉണ്ടാവും, അതാണ് മുളച്ച് വരുന്നത്. അതേപോലെ കസ്തൂരി മഞ്ഞളിൻ്റെ തൈയാണ്. നല്ല വലിപ്പത്തിൽ വളർന്നു വരുന്ന ചെടിയാണ് ഈ കസ്തൂരി മഞ്ഞൾ ചെടിയേക്കാളും കുറച്ചുകൂടി വലിപ്പമുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവിടെ നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ വന്നതിന് ശേഷം അത് വീണ്ടും മുളച്ച് വരികയാണ്. നേരത്തെ കണ്ട ചെറിയ ചേമ്പ്, ഇതും മഞ്ഞൾ തന്നെയാണ്, കസ്തൂരി മഞ്ഞൾ. ചുവട്ടിലുള്ള കളകളൊക്കെ മാറ്റി കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് മണ്ണും തടം കൂട്ടി കൊടുത്താൽ നല്ല വിളവിൽ കിട്ടും അല്ലേ. നമ്മുടെ കസ്തൂരി മഞ്ഞൾ തന്നെയാണ്. ഇവിടെയൊക്കെ മുളച്ചിട്ടുണ്ട്. മഞ്ഞളിന് തടം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾ വെച്ച് കൊടുക്കാം. ഓരോ കുഴികളെടുത്ത് അതിൽ ഓരോ മഞ്ഞൾ വിത്തായിട്ട് വെച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ ചാണകപ്പൊടി, ഒരു കുട്ട ചാണകപ്പൊടി ഉണ്ട്, അത് നമ്മൾ ഈ ഒരു കല്ലിക്ക് മൊത്തമായിട്ട് വിതറി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾ വെച്ച് കൊടുക്കാം. മഞ്ഞൾ നമ്മൾ ഇതേപോലെ ഓരോ കുഴികളെടുത്ത് അതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. തൊട്ടടുത്ത് തന്നെ വീണ്ടും ഓരോ വിത്തുകൾ നമ്മൾ ഇതേപോലെ മണ്ണിലേക്ക് ഒഴിച്ചിടുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ കളം മുഴുവനായിട്ട് മഞ്ഞൾ കുഴിച്ചിടുന്നുണ്ട്. ഏകദേശം 1 അടി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം മഞ്ഞൾ നമ്മൾ ഓരോ മഞ്ഞളും വെച്ച് കൊടുക്കാൻ. അതേപോലെ മൊത്തമായിട്ട് നമ്മൾ നട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾ നട്ട് കൊടുത്തിട്ടുണ്ട്.
2 കള്ളികളായിട്ടാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചില അതിന് മുകളിൽ ഇട്ട് ഒന്ന് ഉതയിട്ട് കൊടുക്കാനുണ്ട്. കുറച്ച് പച്ചിലകൾ നമ്മൾ ഇതേപോലത്തെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലിട്ട് കൊടുത്താൽ മതി. ഉണങ്ങിയ ഇലകളായാലും മതി, ഇല്ലെങ്കിൽ ഓല വെട്ടി അതിന് മുകളിലിട്ട് കൊടുത്താലും മതി. ഡയറക്റ്റായിട്ട് നല്ല മഴ പെയ്യുന്ന സമയത്ത് വളവും മണ്ണും ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ അത് ചീഞ്ഞ് അതിന് വളമായിട്ട് തീരുകയും ചെയ്യും. അതിന് മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചിലകളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം വീട്ടിൽ മഞ്ഞൾ ഇഞ്ചിയൊക്കെ വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ വാങ്ങിച്ചിട്ടൊക്കെ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് ഈ ഒരു രീതിയിൽ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞളോ ഇഞ്ചി ആയാലും ചേനയോ ചേമ്പോ ഒക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.